Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് മെജോറിറ്റി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ എക്സാംസ് ഇന്നലെ ഫിനിഷ് ചെയ്തു. ഇനി അഡീഷണൽ സ്പെഷ്യലൈസേഷൻ മാർക്കറ്റിംഗും ഒക്കെ എടുത്തിട്ടുള്ള കുട്ടികളുടെ 1-2 പേപ്പേഴ്സാണ് പെൻഡിങ് ഉള്ളത്. സോ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അറിയേണ്ടത് M.Com 4 സെമസ്റ്ററിനെ പറ്റിയിട്ടാണ്. എന്നായിരിക്കും M.Com 4 സെമസ്റ്റർ എക്സാംസ് നടക്കാൻ സാധ്യത? നമ്പർ 1. നമ്പർ 2, ഏതൊക്കെയാണ് സബ്ജക്ട്സ് പഠിക്കാനുള്ള പ്രോബ്ലം പേപ്പേഴ്സ് എത്രയുണ്ട്? ദെൻ 4 സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ അവിടെ പ്രൊജക്റ്റ് ഉണ്ടോ? ദെൻ SD സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് പ്രൊജക്റ്റ്, വൈവ ഇതൊക്കെ ഉണ്ടോ? വൈവ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതെങ്ങനെയാണ്? ദെൻ നമ്പർ ഓഫ് പേപ്പേഴ്സ് എത്രയാണ്? സോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്ററിലെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പേഴ്സിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ M.Com 4 സെമസ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്ന സമയത്ത് ശരിക്കും നമുക്ക് 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. ബട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് ശരിക്കും വരുന്നത് 4 പേപ്പേഴ്സ് ആണ്. ബട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് 5 സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ശരിക്കും നമുക്ക് 2 മെയിൻ പേപ്പേഴ്സ് ആണ് വരുന്നത്. ദെൻ 2 സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ഇങ്ങനെയാണ് വരുന്നത്. ബട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് അഡീഷണൽ ആയിട്ട് ഒരു പേപ്പർ കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 5 സബ്ജക്ട്സ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പേപ്പേഴ്സ് SD സ്റ്റുഡൻസിന് വരുന്നത് 5 എണ്ണമാണ്. ദെൻ റെഗുലർ സ്റ്റുഡൻസിന് 4 പേപ്പറാണ്. ബട്ട് റെഗുലർ സ്റ്റുഡൻസിന് അവിടെ പ്രൊജക്റ്റ് വിത്ത് വൈവ, റെഗുലർ സ്റ്റുഡൻസിന് പ്രൊജക്റ്റ് വിത്ത് വൈവ ഉണ്ടെന്നുള്ളതാണ്. ബട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് ഇവിടെ ഈ പ്രൊജക്റ്റിന് പകരം ഈ അഡീഷണൽ പേപ്പർ, ഞാൻ പറഞ്ഞു അഡീഷണൽ പേപ്പർ വിത്ത് ജനറൽ വൈവ ആണ് വരുന്നത്. അപ്പോൾ ഈ ജനറൽ വൈവ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക, അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനെ പറ്റിയിട്ട് ഇപ്പോൾ ആരും വറി ആവണ്ട, അതിൻ്റെ ഡേറ്റ് വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഐ റിപ്പീറ്റ്, ടോട്ടല് റെഗുലർ സ്റ്റുഡൻസിന് 4 പേപ്പർ വരുന്നു, 2 മെയിൻ പേപ്പേഴ്സും 2 സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സും. ദെൻ പ്രൊജക്റ്റ് വിത്ത് വൈവയാണ് റെഗുലർ സ്റ്റുഡൻസിന് വരുന്നത്. SD സ്റ്റുഡൻസിന് അഡീഷണൽ പേപ്പറാണ് പ്രൊജക്റ്റിന് പകരം വരുന്നത്, പ്ലസ് ജനറൽ വൈവയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 5 പേപ്പേഴ്സ് ഇവിടെ പഠിക്കാനുണ്ട് SD സ്റ്റുഡൻസിന്. ഓക്കെ, ദെൻ ഇതിൽ 3 സബ്ജക്ട്സ് വരുന്നത് പ്രോബ്ലം പേപ്പേഴ്സാണ്. ഓക്കെ, ദെൻ ഒരൊറ്റ പേപ്പർ മെയിൻ പേപ്പർ, ഒരു സബ്ജക്റ്റ് വരുന്നത് റെഗുലർ സ്റ്റുഡൻസിൻ്റെ കേസിലോട്ട് പോവുകയാണെങ്കിൽ അത് തിയറി ആണ് വരുന്നത്. ദെൻ അഡീഷണൽ പേപ്പർ ഒരെണ്ണം നമുക്ക് പഠിക്കാനുള്ളത്, അതും തിയറി പേപ്പറാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ M.Com 4 സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികൾക്ക് ടോട്ടൽ 3 പ്രോബ്ലം പേപ്പേഴ്സ് വരുന്നു. ദെൻ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ മറ്റുള്ള അതിലേക്കൊക്കെ പോവുകയാണെങ്കിൽ 2 പ്രോബ്ലം പേപ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്, ദെൻ പഠിക്കാനുള്ള പേപ്പേഴ്സിൻ്റെ പേരും അതിൻ്റെ സിലബസ് ഡീറ്റെയിൽസ് ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. പിന്നെ ഏത് ബുക്കാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് മെയിൻ പേപ്പർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. ഡിഗ്രിക്കൊക്കെ ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടുള്ള കുട്ടികൾ പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും ഡെറിവേറ്റീവ്സ്. അന്ന് മുതൽ തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഡൗട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് ടേംസുകൾ പഠിക്കാനുള്ള, എന്താണ് ഈ കൺസെപ്റ്റ് എന്നുള്ള ബോധ്യമില്ലാണ്ട് പലരും എക്സാം എഴുതിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ പറയുന്ന ഡെറിവേറ്റീവ്സ്.
ഇപ്പോഴും അറിയില്ല ഡെറിവേറ്റീവ്സിൻ്റെ ആക്ച്വൽ കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി പഠിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു പേപ്പറാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റും ഡെറിവേറ്റീവ്സും ഈ രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ സിലബസ് ഡീറ്റെയിൽസ് ഇതാണ്. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെയാണ്. എന്താണ് റിസ്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്, ദെൻ ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബേസിക്സ്, ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. സ്വാപ്പ്, ഫ്യൂച്ചർ, ഓപ്ഷൻ. നിങ്ങൾ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികൾ ഈ പറയുന്ന ടേമുകളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെയാണ് നമുക്ക് ഡെറിവേറ്റീവ്സിലെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള. ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ്, ഇത് നമുക്ക് പിന്നെ ഓരോ മൊഡ്യൂൾസ് ആയിട്ട് പഠിക്കാനുണ്ട്. കണ്ടോ, ഫോർവേഡും ഫ്യൂച്ചറും അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ വാല്യുവേഷൻ, പ്രൈസ് വാല്യുവേഷൻ, ഹെഡ്ജിങ്, ടൈപ്സ് ഓഫ് മെമ്പേഴ്സ്, മാർജിൻ സിസ്റ്റം, അങ്ങനെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഫോർവേഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആദ്യം. പിന്നെ അതിനുശേഷം ഓപ്ഷൻ, 2 മൊഡ്യൂളായിട്ട് നമുക്ക് ഓപ്ഷൻസ് ആണ് പിന്നെ പഠിക്കാനുള്ള. ഓപ്ഷൻസിൻ്റെ ഫണ്ടമെൻ്റൽസ്, സ്ട്രാറ്റജീസ്, ട്രേഡിംഗ് സ്ട്രാറ്റജീസ്, ദെൻ അതിൻ്റെ പ്രൈസിങ് ഓപ്ഷൻ, വാല്യൂ ഓഫ് ഓപ്ഷൻ, ബ്ലാക്ക് ഷോൾ മോഡൽ, എക്സാമിന് എസ്സേ വരാറുള്ള ഒരു ടോപ്പിക്കാണ്. ഇൻട്രൻസിക് വാല്യുവേഷൻ എങ്ങനെയാണ് ഓപ്ഷൻ്റെ. അങ്ങനെ 2 മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ലാസ്റ്റ് മൊഡ്യൂൾ സ്വാപ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എസ്സേയും മറ്റു കാര്യങ്ങളൊക്കെ വരാറുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് മൊഡ്യൂൾ നമ്പർ 4 സ്വാപ്പ്. അപ്പോൾ ഇങ്ങനെ റിസ്ക് മാനേജ്മെൻറ്റ് ആദ്യത്തെ മൊഡ്യൂളും ബാക്കി 4 മൊഡ്യൂൾസ് നമുക്ക് ഡെറിവേറ്റീവ്സും കൂടിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം തിയറിയും പ്രോബ്ലംസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പ്രോബ്ലം പേപ്പർ. അതുപോലെ തന്നെ തിയറി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളാണ്. റിസ്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞൊരു പിടിവള്ളി. കാരണം ഇതിൽ ബേസ് റിസ്ക് മാത്രമാണ്, ഡെറിവേറ്റീവ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പേപ്പർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. സോ നമ്പർ 1. ഓക്കെ, നിങ്ങൾ ടൈം എടുത്ത് പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സബ്ജക്റ്റിലോട്ട് പോകാം. അടുത്ത പ്രോബ്ലം പേപ്പർ നമ്പർ 2, ഘടാഘടികൻ. നമ്മൾ 3rd സെമസ്റ്ററിൽ പഠിച്ച ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് 1ൻ്റെ കണ്ടിന്യൂവേഷൻ, ടാക്സ് പ്ലാനിങ് പാർട്ട് 2, ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് പാർട്ട് 2. നമ്മളവിടെ പഠിച്ച് അവസാനിപ്പിച്ചത് ഇൻഡിവിജ്വലും അതുപോലെ തന്നെ കമ്പനി, ഇൻഡിവിജ്വലും HUFൻ്റെയും അസസ്മെൻ്റ് ആണ്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള. ഏറ്റവും വലിയ പേപ്പർ 4 സെമസ്റ്ററിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് പാർട്ട് 2 ആണ് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പഠിക്കേണ്ടത്. കാരണം അവിടെ ഇൻഡിവിജ്വലും HUF നമ്മൾ അവസാനിപ്പിച്ചു. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പിന്നെയുള്ള സ്ഥാപനങ്ങളുടെ അസസ്മെൻ്റ് ആണ്. ഓക്കെ, അസസ്മെൻ്റ് ഓഫ് ഫേം ആദ്യത്തെ മൊഡ്യൂൾ. ഒരുപാട് പഠിക്കാനുണ്ട്. അതിൻ്റെ പ്രോബ്ലംസ് AMT നമ്മൾ ഇൻഡിവിജ്വലിൻ്റെ കേസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കൺസെപ്റ്റ്. അതിനുശേഷം അസസ്മെൻ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി മൊഡ്യൂൾ നമ്പർ 2, ദെൻ അസസ്മെൻ്റ് ഓഫ് കമ്പനീസ് മൊഡ്യൂൾ നമ്പർ 3. അപ്പോൾ ആദ്യത്തെ 3 മൊഡ്യൂൾസിൽ ഓരോ സ്ഥാപനങ്ങളുടെ അസസ്മെൻ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ള. പ്രോബ്ലംസ്, ടോണേജ് ടാക്സ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജറൽ ഡിസിഷൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ദെൻ ടാക്സ് പ്ലാനിങ് അണ്ടർ വാരിയസ് സർക്കംസ്റ്റാൻസസ്. ഇങ്ങനെ 5 മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇൻകം ടാക്സ് ഏറ്റവും കൂടുതൽ സമയം നമുക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി വരുന്നൊരു സബ്ജക്റ്റ് പ്രോബ്ലം പേപ്പർ. അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം പേപ്പർ എന്താണ്, ഇൻകം ടാക്സ് ആണ്. അപ്പോൾ മെയിൻ പേപ്പേഴ്സ് 2ഉം പ്രോബ്ലം പേപ്പേഴ്സാണ് വരുന്നത്. ഇനി സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. സോ അതിൽ നമുക്ക് ഫിനാൻസിൻ്റെയാണ് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻസിൽ 2 പ്രോബ്ലം പേപ്പേഴ്സാണ്, 2 സബ്ജക്ട്സ് ആണ് വരുന്നത്. അതിൽ ഒരെണ്ണം തിയറിയും ഒരെണ്ണം പ്രോബ്ലം ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഇൻ്റർനാഷണൽ ഫിനാൻസ് ആണ് ആദ്യത്തെ സബ്ജക്റ്റ്. ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ അത് ആക്ച്വലി നമുക്ക് 3rd റിസർച്ച് മെത്തഡോളജിയുടെ പോലെയാണ്. പ്രോബ്ലം ഉണ്ട്, അതൊരു 25% ഉള്ളൂ, ബാക്കി 75% തിയറിയാണ്. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ ഏരിയ സ്കിപ്പ് ചെയ്താലും തിയറി ഉണ്ട്. അപ്പോൾ പ്രോബ്ലം കംപ്ലീറ്റ്
ആയിട്ട് ഇല്ല എന്നല്ല, ചെറിയൊരു പെർസെൻറ്റേജ് ഉണ്ട്. എന്നാലും തിയറിയാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു തിയറി പേപ്പർ ആയിട്ട് വയ്ക്കാൻ കാരണം. ഇൻ്റർനാഷണൽ ഫിനാൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് ടീമുകളും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് കണ്ടോ, എല്ലാതും ഇൻ്റർനാഷണൽ കാര്യങ്ങൾ, ക്യാപിറ്റൽ മാർക്കറ്റ്, ബോണ്ട് മാർക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരുപാട് വായിക്കാനുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് ഡെഫിനേഷൻ, സ്പോട്ട് ഫോർവേഡ്, ഹെഡ്ജിങ് എന്താണ്, പിന്നെ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ലോങ് ടൈം അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി മാനേജ്മെൻറ്റ്, ഷോർട്ട് ടൈം അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റി മാനേജ്മെൻറ്റ്. കണ്ടോ, 75% തിയറിയും 25% ആണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പ്രോബ്ലംസ് ഇപ്പോൾ സ്കിപ്പ് ചെയ്താലും നമുക്ക് തിയറി വെച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതാണ് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു തിയറി പേപ്പർ ആയിട്ട് വയ്ക്കാം. ബട്ട് നെക്സ്റ്റ് വരുന്നത് പ്രോബ്ലം പേപ്പറാണ്. അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി തേർഡ് സെമസ്റ്ററിലെ മെയിൻ പേപ്പറായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അതിൻ്റെ അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രോബ്ലം പേപ്പറാണ് എഗെയിൻ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പ്രോബ്ലം പേപ്പറായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇതിൽ നോക്കിയേ, ഫിനാൻഷ്യൽ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജി, ഷെയർ ഹോൾഡർ വാല്യൂ ക്രിയേഷൻ, EVA, book value, managerial implication, shareholder value, then financial strategy for capital structure, leverage effect and shareholders risk, capital structure planning and policy. ഇതൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ വരുമ്പോഴുള്ള കാര്യങ്ങളാണ്. ലീസ് ഫിനാൻഷ്യൽ സ്ട്രാറ്റജി, ലീസിങ്ങിൻ്റെ കൺസെപ്റ്റ്, ടൈപ്സ്, ക്യാഷ് ഫ്ലോ കോൺസിക്വൻസസ് ഓഫ് ലീസ്, then NPV മെത്തേഡിൻ്റെ ആപ്ലിക്കേഷൻ, NPV IRR മെത്തേഡ്സ്, മെർജർ സ്ട്രാറ്റജി, അതിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ, ടേക്ക് ഓവർ സ്ട്രാറ്റജി. ഇതൊക്കെ ഈ പറയുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടൈപ്സ് ഓഫ് ടേക്ക് ഓവർ, നെഗോഷിയേറ്റഡ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ വരുമ്പോൾ കണ്ടോ, പ്രോബ്ലംസ് 60, തിയറി 40%. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോബ്ലം പേപ്പറായിട്ട് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് SD സ്റ്റുഡൻസിന് 5 സബ്ജക്റ്റ് ഉള്ളതിൽ ഞാൻ പറഞ്ഞു 3 സബ്ജക്റ്റ് വരുന്നത് പ്രോബ്ലം പേപ്പേഴ്സാണ്. 2 സബ്ജക്റ്റ് SD സ്റ്റുഡൻസിന് തിയറി. അതിലിപ്പോൾ ഈ പറയുന്ന ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികൾക്ക് ഇൻ്റർനാഷണൽ ഫിനാൻസും, ഇനി ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് അഡീഷണൽ ഒരു പേപ്പറും കൂടിയും പറഞ്ഞില്ലേ, പ്രൊജക്റ്റിന് പകരം ബിസിനസ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി, അതും തിയറി പേപ്പറാണ്. അപ്പോൾ ഇതാണ് ഫിനാൻസുകാരുടെ പേപ്പർ. ഇനി ബാക്കി സ്പെഷ്യലൈസേഷൻ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഇത് ഫോറിൻ ട്രേഡിൻ്റെയാണ് 4th സെമസ്റ്ററിൽ വരുന്നത്. അങ്ങനെ ഓരോ സ്പെഷ്യലൈസേഷൻകാരുടെയും ഉണ്ട്. ഫോറിൻ ട്രേഡ് വരുന്നു. പിന്നെ ഇതാണ് മാർക്കറ്റിംഗുകാർക്ക് വരുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. അല്ല, ഇത് ഫോറിൻ ട്രേഡ് ഇലക്റ്റീവിൻ്റെ തന്നെയാണ് കേട്ടോ, 4th മാർക്കറ്റിംഗ്, HRM. ഓക്കെ, അതൊക്കെ വളരെ കുറവാണ് കുട്ടികളുള്ളൂ, HRM. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഫിനാൻസിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് മാത്രം. കോമ്പൻസേഷൻ 4th. ഇനി ഇതാണ് മാർക്കറ്റിങ്ങിൽ 4th വരുന്ന പേപ്പറും കൂടിയും കാണിക്കാം. ഫിനാൻസ് കഴിഞ്ഞാൽ പിന്നെ കൂടുതലുള്ളത് മാർക്കറ്റിംഗ് അല്ലേ. അതിലിപ്പോൾ 4th സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, അത് പിന്നെ തിയറിയാണ്, പറയേണ്ട ആവശ്യമില്ല, അതൊരു പേപ്പർ. പിന്നെ വരുന്നത് സർവീസ് മാർക്കറ്റിംഗ്, ഇതാണ് മറ്റൊരു പേപ്പർ. ഇങ്ങനെ 2 സബ്ജക്റ്റാണ്. ഈ മാർക്കറ്റിംഗുകാരുടെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ബുക്ക് കിട്ടാനില്ല, അതാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് അബൌട്ട് സ്പെഷ്യലൈസേഷൻ പേപ്പർ. ഇനി ലാസ്റ്റ് നമ്മൾ പറഞ്ഞു അഡീഷണൽ ഒരു സബ്ജക്റ്റ് പ്രൊജക്റ്റിന് പകരം SD സ്റ്റുഡൻസിനുണ്ട്. ഓക്കെ, സോ ഇതാണ് ബിസിനസ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമിയാണ് വരുന്നത്. ഓക്കെ, SD സ്റ്റുഡൻസിനുള്ളത്. അപ്പോൾ അത് തിയറി പേപ്പറാണ്, ബിസിനസ് ട്രെൻഡ്സ്. സോ അതിൽ ബേസിക്സ് ആണ് ഇന്ത്യൻ ഇക്കോണമി, എ ബിസിനസ് പെർസ്പെക്റ്റീവ്, LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പിന്നെ ഫോറിൻ ട്രേഡ് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, സ്പെഷ്യൽ ഇക്കണോമിക് സോണിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ബിസിനസ് സസ്റ്റൈനബിലിറ്റി ഇൻ ഇന്ത്യ മറ്റൊരു പേപ്പർ, മറ്റൊരു മൊഡ്യൂള്, ബിസിനസ് ഇൻ 21st സെഞ്ച്വറി. അങ്ങനെ ഒരു 4 മൊഡ്യൂൾസാണ് വരുന്നത്. സിമ്പിൾ സബ്ജക്റ്റാണ്, തിയറി ഡയറക്റ്റ് ചോദ്യങ്ങളാണ് വരാറ്. അത് വലിയ കുഴപ്പം എന്ന് നമുക്ക് പറയാൻ
ഇല്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടോട്ടലായിട്ട് ഉള്ള 5 സബ്ജക്ട്സിൻ്റെ സിലബസ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടായിരിക്കും. അതാണ് ഇനി നെക്സ്റ്റ് കുട്ടികൾ ചോദിക്കുന്നത്, എപ്പോഴാണ് എക്സാം? കാരണം കഴിഞ്ഞ പ്രാവശ്യം ജനുവരിയിൽ നടന്ന 3rd സെമസ്റ്റർ എക്സാമാണ് ഇപ്പോൾ ഫിനിഷ് ചെയ്തത്. അപ്പോൾ നേരത്തെ നവംബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എല്ലാം കറക്റ്റായിട്ട് റെഗുലറും ഡിസ്റ്റൻസും ഒരേപോലെയാണല്ലോ എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിൽ തന്നെ നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഒരു 2 മാസം 2.5 മാസമുള്ളൂ. പഠിക്കാൻ ഒരുപാടുണ്ട്. ചില്ലറ പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് നിങ്ങൾ കണ്ടില്ലേ. ഇൻകം ടാക്സ് എത്രത്തോളം ഉണ്ട്, അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഡെറിവേറ്റീവ്സ്, ഈ 3 പ്രോബ്ലം പേപ്പർ ഉണ്ട്. ഇൻ്റർനാഷണൽ ഫിനാൻസ് ആണെങ്കിൽ അവിടെ തിയറി പേപ്പർ ആണെങ്കിലും ലെങ്തിയാണ്. പിന്നെ ഈ ഒരു പേപ്പർ ഉണ്ട്. പിന്നെയുള്ളത് ജനറൽ വൈവി ആണ്. അത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരും. അപ്പോൾ 3rd കഴിഞ്ഞ് നമുക്ക് എന്താണ് ശ്വാസം വിടാനുള്ള സമയമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം കാര്യങ്ങളൊക്കെ ആരംഭിക്കുക. സോ അതിനുവേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ നൽകുന്നതായിരിക്കും. പിന്നെ ഏതൊക്കെയാണ്, അപ്പോൾ മാർച്ച് മാസത്തിലാണ് എക്സാം പ്രതീക്ഷിക്കുന്നത്. ദെൻ ഇതിൻ്റെ കൂടെ ഇനി നെക്സ്റ്റ് കുട്ടികൾ ചോദിച്ചുള്ള മറുപടി നൽകുന്നു. ഏതാണ് ടെക്സ്റ്റ് ബുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്? നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്താൽ മതി. എല്ലാത്തിനും അവൈലബിൾ ആയിരിക്കും. വളരെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുക്ക് അത് തന്നെയാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യുക കേട്ടോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റ്, പ്രോബ്ലം പേപ്പേഴ്സ് ഏതൊക്കെയാണ്, തിയറി പേപ്പേഴ്സ് ഏതൊക്കെയാണ്, പഠിക്കാൻ ഏറ്റവും കൂടുതലുള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്ഥാപനം 3 പ്രോബ്ലം പേപ്പേഴ്സിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻകം ടാക്സസ്, അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഡെറിവേറ്റീവ്സ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.